Hi dears, welcome back to Arcanix. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പോൾ നമ്മുടെ ബയോളജി ആണ് പരീക്ഷ ഓടി എത്തിയിരിക്കുകയാണല്ലേ. ബയോളജിയും കെമിസ്ട്രിയും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം, എന്നാലേ ഫുൾ മാർക്സ് വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലേ, അഥവാ ജീവന്റെ ജനിതകം, ഈ ചാപ്റ്ററിൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഇമ്പോർട്ടന്റ് ഷുവർ ഷോട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മക്കൾക്ക് അറിയാലോ. A+ നഷ്ടപ്പെടാനും ഫുൾ മാർക്ക് നഷ്ടപ്പെടാനും ഒക്കെ എന്ത് മതി, ഈ ഒരു മാർക്കിന്റെ ചോദ്യം മതി അല്ലേ. സോ വീഡിയോ മുഴുവനും കാണുക, മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ചാൾസ് റോബർട്ട് ഡാർവിൻ റിലേറ്റഡ് ടു ഓർഗാനിക് എവല്യൂഷൻ? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് ചാൾസ് റോബർട്ട് ഡാർവിൻ അവതരിപ്പിച്ച ആശയം എന്തായിരുന്നു? ഇപ്പൊ എവല്യൂഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തം തിയറി കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ഡാർവിൻ. ഡാർവിന്റെ തിയറി ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏത് തിയറിയാണടാ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലടാ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർധാരണ സിദ്ധാന്തം. പ്രകൃതി നിർധാരണ സിദ്ധാന്തമാണല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. The French biologist who initiated early discussions related to organic evolution, what was the idea put forward by him? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് എഴുതണം. ആദ്യം നമ്മൾ ആ ആളുടെ പേര് എഴുതണം അല്ലെ, ഫ്രഞ്ച് ബയോളജിസ്റ്റിന്റെ പേര് എഴുതണം. ആൻഡ് ഓൾസോ ഇദ്ദേഹത്തിന്റെ ആശയം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എഴുതണം. ഇദ്ദേഹത്തിന്റെ തിയറി ഏതാണെന്നും നമ്മൾ എഴുതണം അല്ലെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാ? ഫ്രഞ്ച് ബയോളജിസ്റ്റാണ് നമ്മുടെ ലമാർക്ക്. ആരാണ്? നമ്മുടെ ലമാർക്ക് ആണടാ. ഓക്കെ, ലമാർക്ക് ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഈ തിയറിനെ വേണമെങ്കിൽ എന്ത് വിളിക്കാം? ലമാർക്കിസം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ലമാർക്കിസം എന്ന് വിളിക്കാം അല്ലേ. എന്താ ഇദ്ദേഹം പറഞ്ഞത്? നമ്മളെ ജീവിതത്തിൽ ആർജിക്കുന്ന സ്വഭാവ ഗുണങ്ങളില്ലേ, സ്വയാർജിത സ്വഭാവ ഗുണങ്ങൾ, ഇത് എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു അല്ലെ. അതായത് പാരമ്പര്യമായിട്ട് ഇതിങ്ങനെ ഓരോ തലമുറ വ്യാപരിക്കുന്നു എന്നുള്ളതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ലമാർക്ക് പറഞ്ഞത് അല്ലേ. സോ അത് എന്ത് തിയറിയാണ്? തിയറി ഓഫ് inheritance of acquired characters. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The closest common ancestor of different species can be called as. വ്യത്യസ്ത സ്പീഷീസുകളുടെ ഏറ്റവും അടുത്ത പൊതുപൂർവിക ജീവി ഡാഷ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് പല സ്പീഷീസിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആ കോമൺ ആൻസെസ്റ്റർ അല്ലെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ പൊതുപൂർവികൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആരാണടാ? അത് നമ്മുടെ MRCA. ആരാണ്? MRCA അല്ലെ, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആണ് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ലാസ്റ്റ് കോമൺ ആൻസെസ്റ്റർ ഓഫ് ഓൾ ലിവിംഗ് തിങ്സ്. എല്ലാ ജീവജാലങ്ങളുടെയും അവസാനത്തെ പൊതുപൂർവികരെ നമ്മൾ എന്താ വിളിക്കുന്നത്? LUCA, ലൂക്ക അല്ലടാ. എന്താണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് വിളിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എവിഡൻസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ, പരിണാമത്തിന്റെ തെളിവുകൾ. നിങ്ങൾ പേര് മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെ തെളിവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ? മോളിക്യുലാർ ബയോളജി പഠിച്ചില്ലേ? യെസ്, മോളിക്യുലാർ ബയോളജി പഠിച്ചു അല്ലേ. അതായത് നമ്മുടെ തന്മാത്ര ജീവശാസ്ത്രം നമ്മളൊരു തെളിവായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെന്ത് പഠിച്ചു? കമ്പാരറ്റീവ് അനാട്ടമി പഠിച്ചില്ലേ? കമ്പാരറ്റീവ് അനാട്ടമി പഠിച്ചു അല്ലേ. അതായത് ആന്തരഘടനയിലെ താരതമ്യം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഫോസിൽ എവിഡൻസസ് പഠിച്ചില്ലേ? ഫോസിൽ എവിഡൻസസ് അതായത് ഫോസിൽ തെളിവുകൾ. ഇതൊക്കെയാണ് നമ്മൾ എവല്യൂഷന്റെ എവിഡൻസ് തെളിവുകളായിട്ട് പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ പേര് എഴുതിയാൽ മതി, ഒരു മാർക്കിന്റെ ചോദ്യം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. an example for fossils which are connecting links. അതായത് ഇടനില ഫോസിലിന് ഉദാഹരണം റെപ്റ്റൈൽസ്, ഉരകങ്ങളും അതുപോലെ തന്നെ ബേർഡ്സ്, പക്ഷികളുടെയും ഇടയിൽ എന്തുണ്ട്? ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ടല്ലോ, ഒരു ഇടനില ഫോസിൽ ഉണ്ടല്ലോ. അത് ആരായിരുന്നു? ആർക്കിയോപ്റ്റെറിക്സ് അല്ലടാ. ആരാണത്?
ആർക്കിയോപ്റ്റെറിക്സ് ആണ് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പേര് കൊടുത്തിട്ടുണ്ട്, സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ പഠിക്കണേ. ആർക്കിയോപ്റ്റെറിക്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ആർ ക്ലിയർലി എക്സ്റ്റിങ്ക്ട് ത്രൂ ഫോസിൽ സ്റ്റഡീസ്. വംശനാശം സംഭവിച്ചു എന്ന് ഫോസിൽ പഠനങ്ങളിലൂടെ വ്യക്തമായ ജീവികൾക്ക് ഉദാഹരണം. വംശനാശം സംഭവിച്ചു പോയി, ഉദാഹരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ജീവികൾ നമുക്ക് പഠിക്കാനുണ്ട്? ഡൈനോസേഴ്സ് പഠിക്കാനില്ലേ? മാമോത്സ് പഠിക്കാനില്ലേ? യെസ്, മാമോത്തുകൾ അല്ലെ, മാമോത്സ്. ഓക്കെ, അപ്പൊ ഈ 2 ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും പഠിക്കാം. വാട്ട് ആർ ദ 2 ഡിവിഷൻസ് ഓഫ് ആന്ത്രോപോയിഡ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ? മനുഷ്യ പരിണാമ വൃക്ഷത്തിൽ ആന്ത്രോപോയിഡയിലെ 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആന്ത്രോപോയിഡയിൽ വരുന്ന 2 വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സെർക്കോപിത്തക്കോയിഡെ അല്ലെ, ആന്ത്രോപോയിഡ്, ആന്ത്രോപോയിഡെ. അപ്പൊ ഇതിന് വരുന്ന 2 ബ്രാഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയുണ്ട്? ഒന്ന് സെർക്കോപിത്തക്കോയിഡെ, പിന്നെ ഏതുണ്ട്? ഹൊമിനോയിഡെ, ഹൊമിനോയിഡെ. കേട്ടോ, 2 ഉണ്ട്. സെർക്കോപിത്തക്കോയിഡയും ഹൊമിനോയിഡയും ആണ് ആന്ത്രോപോയിഡയുടെ 2 ബ്രാഞ്ചസ് കേട്ടോ. അടുത്തത്, ഫ്രം അവൈലബിൾ ഫോസിൽസ് ദ ഫസ്റ്റ് ലിങ്ക് കൺസിഡേർഡ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. ലഭ്യമായ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യ കണ്ണിയാര? ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യന്റെ പരിണാമം പഠിച്ചു, അതിൽ ആദ്യത്തെ കണ്ണി അല്ലെ, നമ്മുടെ ഫസ്റ്റ് പൂർവികൻ ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാണടാ? അതാണ് നമ്മുടെ, യെസ് മിസ് സ്പെല്ലിംഗ് എഴുതി തരാം, സഹിലാന്ത്രോപ്പസ്, സഹിലാന്ത്രോപ്പസ് ചാഡൻസിസ് അല്ലെ, ചാഡൻസിസ്. കണ്ടോ, സഹിലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടർ അല്ലെ, ആ ഒരു ആൻസസ്റ്റേഴ്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ എവല്യൂഷന്റെ ആദ്യ കണ്ണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പൊ മിസ്സിന് തന്നെ ഇടയിൽ കൺഫ്യൂഷൻ ആയിപ്പോ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, എഴുതി പഠിച്ചോളുക. അതേപോലെ സഹിലാന്ത്രോപ്പസ് ചാഡൻസിസ് ആണ്, പക്ഷെ നിങ്ങൾ കണ്ടോ TCH വരുന്നുണ്ട് കേട്ടോ, ചാഡൻസിസ് ആണ്. ഓക്കെ, അടുത്തത്, യെസ്, ഇനി ഈസിയാ. നോക്കിക്കേ, ഇങ്ങനത്തെ പേരുകളൊന്നുമില്ല. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ആരാണടാ? നാഡീവ്യവസ്ഥ ഉള്ളത് തന്നെ ഈ ആൾക്കാർ കാരണമാണ്. കാരണം ഈ ആൾക്കാരാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവര് ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് നമ്മളെ നെർവസ് സിസ്റ്റം, നാഡീവ്യവസ്ഥ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആരാണ് നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അടിസ്ഥാന ഘടകം ആരാണടാ? അത് ന്യൂറോൺസ്, നാഡീകോശങ്ങളാണല്ലേ, ന്യൂറോണുകളാണ്, ന്യൂറോൺ ആണ് കേട്ടോ, ന്യൂറോൺ. ഓക്കെ, അടുത്തത്, ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദ മൈലിൻ ഷീത്ത് ഈസ് ഫോംഡ് ബൈ ഡാഷ് സെൽസ്. തലച്ചോറിലും സുഷുമ്നയിലും ഡാഷ് എന്ന തരം സവിശേഷ കോശങ്ങളാണ് മൈലിൻ ഷീത്ത് രൂപപ്പെടുത്തുന്നത്. നമുക്കറിയാം, ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയിട്ടുള്ള ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് ആണ്. ഇനി നെർവ്സിലെ മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത് ആരാ? നാഡികളിലുള്ള മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത് ആരാണ്? അത് രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ശ്വാൻ കോശങ്ങളാലാണ് കേട്ടോ. അപ്പൊ ശ്വാൻ സെൽസ് ആണ്, ശ്വാൻ സെൽസ്. ഓക്കെ, ശ്വാൻ സെൽസ് മാറിപ്പോവരുത്. ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള ന്യൂറോൺസിൽ കാണുന്ന മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സും, നെർവ്സിലാണെങ്കിൽ അതാരാണ്? ശ്വാൻ സെൽസ് ആണ് മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കുന്നത്. അടുത്തത്, വാട്ട് ആർ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ ഇൻ നെർവസ് ടിഷ്യൂ? നാഡീഭാഗങ്ങളിലെ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ എന്നിവ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നോക്കിക്കേ, നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും അല്ലെ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ തന്നെ നമ്മളെ സുഷുമ്നയിലും ഒക്കെ എന്താണ്? മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളില്ലേ, മൈലിനേറ്റഡ് ന്യൂറോൺസ്, മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ന്യൂറോൺസ്, മൈലിനേറ്റഡ് ന്യൂറോൺസ്. ഈ മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂടുതലായി കാണുന്ന ഭാഗം അല്ലെ, മൈലിൻ ഷീത്തിന്റെ നിറം വെള്ള നിറമാണ്. അപ്പൊ മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂടുതലായി കാണുന്ന ഭാഗം വെളുത്തിരിക്കും അല്ലെ, ആ ഭാഗത്തിന് വൈറ്റ് മാറ്റർ എന്നാ വിളിക്കുക. അപ്പൊ മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂടുതലായി കാണുന്ന ഭാഗം, അബൻഡന്റ് ആയിട്ട് കാണുന്ന ഭാഗം അല്ലെ, അതിങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നു, അത് വൈറ്റ് മാറ്റർ ആണ്. ഓക്കെ, എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. ഇനി നെർവ്സില് എന്താണ്? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം ഉണ്ടാവില്ലേ അല്ലെ, അതായത് മൈലിൻ ഷീത്ത് ഇല്ല. അപ്പൊ ആ നെർവ്സ് മൈലിൻ ഷീത്ത് ഇല്ല, പക്ഷെ ആ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ്സ് കൂട്ടമായി കാണുന്ന ഭാഗം എന്താണ്? മൈലിൻ ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വെള്ള കളർ ഉണ്ടാവില്ലല്ലോ, അത് ഡാർക്ക് കളറിലല്ലേ ഉണ്ടാവുക, അതാണ് ഗ്രേ മാറ്റർ. അല്ലടാ, എന്താണ്? നെർവ്സ് വിത്തൗട്ട് മൈലിൻ ഷീത്ത്, വിത്തൗട്ട് മൈലിൻ ഷീത്ത്,
അല്ലെ? അതായത് മൈലിൻഷ്യത്തില്ലാത്ത നെർവ്സ് കൂട്ടമായി കാണുന്ന ഭാഗം അത് ഗ്രേ മാറ്റർ. അതെന്താണ്? അത് ഗ്രേ മാറ്റർ ആണ് കേട്ടോ. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രേ മാറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. ടു സെക്ഷൻസ് ഓഫ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. മനുഷ്യ നാഡീ വ്യവസ്ഥയുടെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ നാഡീ വ്യവസ്ഥ. അപ്പൊ ഈ നാഡീ വ്യവസ്ഥ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 ഡിവിഷൻസ് ഇല്ലേ? ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥ, കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലടാ, സെൻട്രൽ നെർവസ് സിസ്റ്റം. പിന്നെ എന്തുണ്ട്? പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലേ? പെരിഫറൽ നാഡീ വ്യവസ്ഥ, PNS ഉണ്ട്. ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ 2 പേര് വരുന്നുണ്ടല്ലോ. ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ മസ്തിഷ്കം അല്ലേ? മസ്തിഷ്കം, ബ്രെയിൻ വരുന്നുണ്ട്. പിന്നെ ആര് വരും? സ്പൈനൽ കോഡ്, സുഷുമ്ന വരുന്നുണ്ട് അല്ലെ? സുഷുമ്ന വരുന്നുണ്ട്. പെരിഫറൽ നാഡീ വ്യവസ്ഥയിലാണ് എന്ത് വരുന്നത്? നാഡികൾ വരുന്നത്. ഏതൊക്കെ നാഡികളാണ്? ശിരോനാഡികൾ, ക്രേനിയൽ നെർവ്സ്, ശിരോനാഡികളും സുഷുമ്ന നാഡികൾ, സ്പൈനൽ നെർവ്സ്, സുഷുമ്ന നാഡികളും അല്ലേ? ഇനി ഇത് എത്ര ജോഡി ഉണ്ട് എന്ന് മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ശിരോനാഡികളാണെങ്കിൽ മൊത്തം 12 pairs, 12 ജോഡിയാണെങ്കിൽ സുഷുമ്ന നാഡികൾ മൊത്തം 31 ജോഡി, 31 pairs ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഹൗ ആർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റഡ്? അതായത് നമ്മുടെ മസ്തിഷ്കവും സുഷുമ്നയും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ ബ്രെയിൻ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബ്രെയിൻ ആണേ. ഈ ബ്രെയിൻ ഇരിക്കുന്നത് അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയുടെ ഉള്ളിലാണ്. ആ അസ്ഥി കൊണ്ടുണ്ടാക്കിയ പെട്ടീനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ സ്കൾ എന്നല്ലേ വിളിക്കുക, അല്ലെങ്കിൽ ക്രേനിയം എന്ന് വിളിക്കൂ അല്ലേ? തലയോട്. ഇതിന്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്? 3 ലെയർ ഉള്ള, എത്ര ലെയർ ആണ്? 1 2 ഇങ്ങനെ 3 അല്ലെ? ഇങ്ങനെ 3 ലെയർ ഉള്ള എന്തുണ്ട്? 3 ലെയേർഡ് മെനിഞ്ചസ് ഉണ്ടടാ. എന്തുണ്ട്? മെനിഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മെനിഞ്ചസിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? മെനിഞ്ചസിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു ദ്രവം കാണാൻ പറ്റും അല്ലേ? യെസ്, ഈ മെനിഞ്ചസിന്റെ ലെയേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു ദ്രവം ഉണ്ടല്ലോ. ആ ദ്രവം എന്താ? സെറിബ്രോ സ്പൈനൽ ദ്രവം അല്ലേ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ഇവര് 3 പേരും കൂടിയാണ് നമ്മുടെ തലച്ചോറിനെ എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കുന്നത്. ആദ്യം എന്തുണ്ട്? ഒരു തലയോട്ടി ഉണ്ടല്ലേ? സ്കള്ളുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് 3 ലെയേർഡ് മെനിഞ്ചസ്, 3 ആവരണപാളിയായിട്ടുള്ള മെനിഞ്ചസ് ഉണ്ട്. മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? സെറിബ്രോ സ്പൈനൽ ദ്രവവും കാണാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം. The neuroglial cells which help to secrete cerebrospinal fluid are. ന്യൂറോഗ്ലിയൽ കോശമായ ഡാഷ് കോശങ്ങൾ സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടാക്കുന്നതിന് സഹായകമാണ്. അപ്പം ഏത് തരത്തിലുള്ള ന്യൂറോഗ്ലിയൽ സെല്ലാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്? ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എപ്പൻഡൈമൽ സെൽസ്. എന്താണ്? എപ്പൻഡൈമൽ സെൽസ് ആണ് കേട്ടോ. എപ്പൻഡൈമൽ കോശങ്ങൾ, എപ്പൻഡൈമൽ സെൽസ് കേട്ടോ. അപ്പൊ ഈ എപ്പൻഡൈമൽ സെൽസ് ആണ് എന്തുണ്ടാക്കുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ടാക്കുന്നത്. The outer part of the cerebrum where the gray matter is found, അതിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കും. The inner part of the cerebrum where the white matter is found, അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതായത് സെറിബ്രത്തിന്റെ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ഭാഗം കോർട്ടെക്സ് ആണെങ്കിൽ സെറിബ്രത്തിൽ വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ഭാഗം അല്ലെ, ആ ആന്തരഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുക? മെഡുല്ല. എന്ത് വിളിക്കും? അതിനെ നമ്മൾ മെഡുല്ല എന്ന് വിളിക്കും കേട്ടോ. മെഡുല്ല. ഓക്കെ, അപ്പൊ പുറം ഭാഗം കോർട്ടെക്സ്, ഉൾഭാഗം എന്താണ്? മെഡുലയുമാണ്. അടുത്ത ചോദ്യം. The central nervous system seen as the continuation of medulla oblongata. മെഡുല്ല ഒബ്ലഗേറ്റയുടെ തുടർച്ചയായി കാണുന്ന കേന്ദ്ര നാഡി ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ മെഡുല്ല ഒബ്ലഗേറ്റയുടെ ബാക്കിയായിട്ടാണ് ഈ കേന്ദ്രനാഡീ വ്യവസ്ഥയുടെ ഭാഗം വരുന്നത്. അതാരാ? ഇപ്പൊ മെഡുല്ല ഒബ്ലഗേറ്റയാന്ന് വിചാരിക്കും. ഇതിപ്പോ നമ്മുടെ ബ്രെയിൻ ആണ്. ബ്രെയിൻ ആണ്. അപ്പം ഇതെന്താണ്? മെഡുല്ല. ഈ മെഡുല്ല ഒബ്ലഗേറ്റയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ നട്ടലിന്റെ ഉള്ളിലൂടെ സുഷുമ്ന, സ്പൈനൽ കോഡ് വരുന്നത് അല്ലേ? ഉത്തരം എന്താണ്? സുഷുമ്ന അഥവാ സ്പൈനൽ കോഡ്. ഓക്കെ, ഡാഷ് pairs of nerves emerge from spinal cord as the dorsal and ventral root. സുഷുമ്നയിൽ നിന്നും ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടുമായി ഡാഷ് ജോഡി നാഡികൾ പുറപ്പെടുന്നു. നമുക്കറിയാം സുഷുമ്ന നാഡികൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 31 ജോഡി. 31 ജോഡി അല്ലടാ. അതായത് ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും കൂടുന്നതാണ് ഒരു സ്പൈനൽ നോഡ്, ഒരു സുഷുമ്ന നാഡി കേട്ടോ. അങ്ങനെ മൊത്തം എത്ര സുഷുമ്ന നാഡിയാണ് ഉള്ളത്?
21 ജോഡി. ഓക്കെ, അടുത്തത് cerebrospinal fluid is found in the dash within the spinal cord. സുഷുമ്നയിൽ cerebrospinal ദ്രവം കാണപ്പെടുന്നത് അതിനുള്ളിൽ ഡാഷിലാണ്. അപ്പൊ സുഷുമ്നയിലും ആയിക്കോട്ടെ നമ്മുടെ മസ്തിഷ്കത്തിലും ആയിക്കോട്ടെ സ്പൈനൽ എന്തുണ്ട്, സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഈ പറയുന്ന cerebrospinal fluid ഉണ്ടല്ലേ. അപ്പൊ ഈ സ്പൈനൽ കോഡിൽ എവിടെയാണ് ഈ cerebrospinal ദ്രവം ഇരിക്കുന്നത്? സെൻട്രൽ കനാൽ. എവിടെയാണടാ? സെൻട്രൽ കനാലിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതായത് നമ്മളിത് ഇങ്ങനെ സുഷുമ്ന പഠിച്ചില്ലായിരുന്നോ? അപ്പം അതിന്റെ നടുക്ക് കൂടെ ഒരു സെൻട്രൽ കനാൽ പോകുന്നുണ്ട് അല്ലെ, അതിന്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? cerebrospinal ദ്രവം. An example of a neurotransmitter produced in the presynaptic node. Presynaptic നോബിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സിനാപ്റ്റിക് നോബ് അല്ലടാ, സിനാപ്റ്റിക് നോബ് ആണ് കേട്ടോ. എന്താ നോഡ് എന്ന് ഇവിടെ മിസ് ശരിയാക്കി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എന്താ പറയാ സിനാപ്റ്റിക് നോബിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേഷകത്തിന് ഉദാഹരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? അസറ്റൈൽ കൊളീൻ, അസറ്റൈൽ കൊളീനും ഇനി ഡോപ്പമീനും നമുക്ക് എഴുതാം. ഡോപ്പമീനും കേട്ടോ, അസറ്റൈൽ കൊളീനും ഡോപ്പമീനും. ഓക്കെ, അടുത്തത് nervous system that regulates body activities by itself. ബോധപൂർവമായ നിയന്ത്രണമില്ലാതെ തന്നെ ചില ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്ന വ്യവസ്ഥ. അതായത് അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ വ്യവസ്ഥയാണ്. പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ, സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ആര് വരുന്നതടാ? സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും അല്ലെ, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. കണ്ടില്ലേ? അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ അല്ലെ, വലിയ ചാപ്റ്റർ ആണ്. നമുക്കതിൽ എവല്യൂഷനും പഠിക്കാനുണ്ട്, നെർവസ് സിസ്റ്റവും പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിലെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒറ്റ വീഡിയോ കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റയ്ക്ക് ഒന്നിരുന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 1 മാർക്കിന് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബയോളജി എക്സാം പൊടി പൊടിക്കുക അല്ലേ. നമുക്ക് ഇനിയും കാണാൻ. ടാറ്റാ.